ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ ഇന്ന് കാർ ഓടിക്കാനേ എനിക്കറിയത്തില്ല, പക്ഷെ കാറിനെ കുറിച്ചൊരു കിണ്ടി എനിക്കറിഞ്ഞൂടെ ഗൈസ്. സോ കാറിന് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് ഗൈസ്. ബ്രേക്ക് ഇല്ലെന്നോ ബെല്ലില്ലെന്നോ ഒക്കെ പറയുന്നേട്ട്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം, കാറിന് കുറച്ച് സെറ്റാക്കാൻ വേണ്ടി പോവാ ഗൈസ്. സോ കാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും കാറിൻ്റെ എന്തൊക്കെയോ റണ്ണിങ് കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് ഗൈസ്. സോ ഒന്നുമില്ല, ഒരാൾ ഒറ്റയ്ക്കല്ലേ പോകേണ്ടതെന്ന് വെച്ചാൽ ഒരാളെയും കൂടെ വിളിച്ച് 1:30 വരാമെന്ന് പറഞ്ഞ അണ്ണൻ ഇപ്പോൾ 2:30 ആയപ്പോഴും എത്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അണ്ണനിപ്പോൾ വന്നുകൊണ്ടിരിക്കും. എത്താൻ ഒറ്റയ്ക്ക് പോകണ്ട എന്ന ഒരാൾ കൂട്ടിനിരിക്കട്ടെ എന്ന് വിളിച്ച് ആരെയും കണ്ടതും ഇല്ല. അയാൾ എവിടെയോ കിടക്കുക. ഇങ്ങനെ ലേറ്റാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മെൻഷൻ കരോ ഗൈസ്, മെൻഷൻ കരോ. കൂട്ടുകാരേ ഉള്ളൂ. ഗൈസ് അയാൾ വന്നുകൊണ്ടിരിക്കുമോ ഗൈസ്. 2 മണിയായിരുന്നു. ഞാൻ പറഞ്ഞതാ, എടാ നേരത്തെ വരണം, 1:30 എന്ത് ഗൈസ് മാറി 1:30 എത്തുന്ന പറഞ്ഞ മാറി 3:30 ഗൈസ് എത്തിയത്. 3 മണി കഴിച്ചോ വല്ലോ? തിന്നിട്ടാണോടെ വന്നേ? രാവിലെ ഒന്നും കഴിച്ചില്ല. തിന്നിട്ട് ഞാൻ വാങ്ങിച്ചെടുക്കത്തില്ല, നീ വാങ്ങിച്ചു തരണം. എനിക്ക് വിശക്കുന്ന. അയ്യോ കഴിഞ്ഞു എന്റെ ഫുഡിന്റെ സമയം. കഴിച്ചു എന്ത് വേണം ഗൈസ് ഇവനെ പറ്റി? എനിക്ക് ഒരുപാട് പരിപാടിയുണ്ട്. HDFC ബാങ്കിൽ കയറണം, ഫോട്ടോ എടുക്കണം, ഇത് കൊണ്ട് കൊടുക്കണം. ടീഷർട്ട് കൊള്ളത്തില്ലല്ലോ. ടീഷർട്ട് കൊള്ളാം. എന്താ കൊള്ളാം? ഇവൻ കൊള്ളത്തില്ല ഗൈസ്. ദിസ് ഈസ് ഷെഫിൻ മുഹമ്മദ് ഷെഫിൻ മുഹമ്മദ് എന്നൊക്കെ പറയാം ഗൈസ്. ഏതാടാ നീ? വണ്ടി ഡ്രൈവിംഗ് എനിക്ക് തന്നു, എന്നിട്ട് പറയാം എനിക്ക് മൂഡില്ല വണ്ടി ഓടിക്കാൻ. എനിക്ക് ഗൈസ് മൂഡില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ വ്ലോഗ് എടുക്കണം. വണ്ടി ഓടിച്ച് മടിച്ചു ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ എന്റെ മടി ടിപ്പ് വണ്ടി ഓടിച്ച് മടുത്തുന്ന റോഡ് കണ്ടിട്ട് വണ്ടി അല്ല യാര് നീങ്ക ഇവൻ ഏത് പൊക്കോണ്ടിരിക്കുക. എനിക്ക് അറിഞ്ഞൂടെ ഇവനെ കുറിച്ച്. ഗൈസ് അവൻ റംബൂട്ടാൻ വാങ്ങാൻ പോയി കേട്ടോ. നമുക്ക് നോക്കാം എത്ര കൊണ്ടുവരുമോ. ഇനി അങ്ങേരോട് എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ പറഞ്ഞിട്ട് വരത്തുള്ളായിരിക്കും. ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഗൈസ്. നമ്മുടെ മറ്റേ മോളിവുഡ് സിനിമയിലെ നമ്മുടെ നെസ്ലിൻ്റെ ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി നാളെ ആകുമായിരിക്കും. എടോണു കണ്ട എക്സ്പ്ലനേഷൻ പറയുമോ നോക്കിയോ വേണമെങ്കിൽ. കണ്ട അങ്ങനോട് പറഞ്ഞു പറിക്കണമെന്ന്. അതെ സൂപ്പർ. എപ്പം ഗൈസ് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ട് ഗൈസ്. ഞങ്ങളെ പോപ്പുലർ ഉണ്ടായി ഇറക്കി വിട്ട് ഗൈസ്. ദാ ഇവൻ നടന്നുകൊണ്ടിരിക്കുക, ഷെഫിൻ നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. എന്നെ പോപ്പുലർ ഉണ്ടായി ഞങ്ങളെ ഇറക്കി വിട്ട്. നീ ഇവരെ ഒറ്റ കാരനെ ഇറക്കി വിട്ട് ഗൈസ്. എന്തുവാ HDFC ബാങ്കിൽ? ഞങ്ങൾ HDFC ബാങ്കിൽ പോവാം. വണ്ടിയൊന്നുമില്ല. ബസ് വരുന്നുണ്ട്. ആ ബസ് വേണ്ട, പ്രിയദർശിനി. 4 മണി വരെ ഉള്ളൂ. പെട്ടെന്ന് പോവാ. ബസ് എവിടെ നിർത്തുന്നേ? അതായത് വണ്ടി കൊണ്ടുപോയി കൊടുത്തു. ഇവള് കാരണമാണ് ലേറ്റ് ആയത്, ഞാനല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ HDFC ബാങ്കിലോട്ട് പോവാണ്. ഇവർക്ക് ബ്രാഞ്ച് ഏതാണെന്ന് പോലും അറിഞ്ഞൂടാ. 3:53 നമുക്ക് 4 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണം. ബ്രാഞ്ച് ഏതാണെന്ന് പോലും അറിഞ്ഞൂടാ. നമ്മൾ ഏതോ ബ്രാഞ്ചിൽ പോവാം. ഇപ്പം ചെക്ക് ചെയ്യണം. ബാങ്ക് ഇല്ല, അതിൻ്റെ പാസ്ബുക്കേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഓട്ടോ പേ വഴി പൊയ്ക്കൊണ്ടിരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 1-2 അല്ല, ലക്ഷങ്ങളാണ്. നമ്മളിത് ബ്ലോക്ക് ചെയ്തു. ടുഡേ വി ഇതൊന്നും എടുത്തിട്ടേക്കല്ലേ. എൻ്റെ ഓട്ടോ പേ ഇതാക്കി ഗൈസ്. എന്താ ചെയ്യാൻ? ഓട്ടോ പേ ഇല്ലാതെ എൻ്റെ ഓട്ടോ പേ മൊത്തം പോയി. ഇല്ല അതിനോ. ഞങ്ങൾ വീണ്ടും എവിടെ ഓപ്പൺ ഞങ്ങൾ വീണ്ടും ഓപ്പൺ ആക്കാൻ പോകുകയാണ് ഗൈസ്. ഞങ്ങൾ അവിടെ സർവീസിന് കൊടുത്തിട്ട് ഞങ്ങൾ പുനലൂർ തൂക്കുപാലത്തിൽ വന്നു ഗൈസ്. പക്ഷേ പാലത്തിൽ വന്നപ്പോഴാണ് പാലത്തിലെ ആൾക്കാർ പറയുന്നത് ഇന്ന് പാലം ഓപ്പൺ അല്ല ഗൈസ്. എന്ത് ചെയ്യും ഗൈസ്, ഇന്ന് പാലം ഓപ്പൺ അല്ല. തിങ്കളാഴ്ച മാത്രം അവധി, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് തിങ്കളാഴ്ച.
നമ്മുടെയൊക്കെ ഒരു അവസ്ഥ കാണുമ്പോഴാണ് ചില കേൾക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? അയ്യോ എനിക്ക് ഫോട്ടോഷൂട്ടിന് സമയമില്ല. സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാനും ഷെബിനും കണ്ടുപിടിക്കും. Okay, yeah, bro. We are trying to reach a next location. So stay tuned with us to അതെ താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് തോന്നുന്നു. അതൊന്നും എടുത്തിട്ടേക്കല്ല എന്റെ പൊന്നളിയാ. ഞാൻ ഇടും. ആകിയോ ഞങ്ങൾക്ക് പാലമേ കിട്ടി, നിനക്കും കിട്ടത്തില്ല. അവസാനം നീ കരയും ഗൈസ്. പക്ഷെ ഞങ്ങള് ഇമ്പേരിന്റെ ഫ്രണ്ട് വന്നു ഗൈസ്. എന്തൊക്കെ കഴിക്കണ്ടേ നമുക്ക് നോക്കാം ഗൈസ്. എന്തൊക്കെയാണ് ഗൈസ്? ഷാർജ ഷേക്കും എന്ത് നിനക്കെന്ത് വേണ്ട? ഷാർജ ഷേക്കും ഷവർമയും വേണം. അങ്ങനല്ലോ, ലൈമും ഷവർമയും വേണം. അതോ ഷാർജ ഷേക്കും പപ്സും വേണം. അപ്പം ഞാൻ പറഞ്ഞു ഷാർജ ഷേക്കും ഷവർമയും വേണം. വട്ട് യു വാണ്ട്? ഒന്നും വേണ്ടല്ലോ. ഇവൻ വ്ളോഗ് എടുത്ത് തരത്തില്ല ഗൈസ്. ഇവൻ ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. ഞങ്ങൾ ഐസ്ക്രീം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഗൈസ്. കാണിച്ച് നോക്കട്ടെ. പുതിയ ഐസ്ക്രീം വന്നിട്ടുണ്ട്. നോക്കൂ, പുതിയ ഐസ്ക്രീം വന്നിട്ടുണ്ട്. ഐസ്ക്രീം സാൻഡ്വിച്ചാണ്. അമൂൽ വാനില ഐസ്ക്രീം സാൻഡ്വിച്ച്. 38. ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ച് കാണുന്നത് ഐസ്ക്രീം സാൻഡ്വിച്ച്. മസ്റ്റ് ട്രൈ ആണ് ഈ സാധനം. ഞാൻ കഴിച്ചിട്ടില്ല. എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് കഴിക്കാറുണ്ട് വാങ്ങാം. നമുക്ക് നോക്കിയത് എങ്ങനെയുണ്ട് ഗൈസ്. ഫസ്റ്റ് ടൈം ഗൈസ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ട് ഗൈസ്. ഐസ്ക്രീം സാൻഡ്വിച്ച്. എൻ്റെ ഓറ ബിസ്ക്കറ്റിനകത്ത് വിപ്പിംഗ് ക്രീം. ഐ തിങ്ക് ഇറ്റ്സ് എ വിപ്പിംഗ് ക്രീം പോലെ ഉണ്ട് ഐസ്ക്രീം. എനിക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. ബർബൺ പോലത്തെ ബിസ്ക്കറ്റാണ്, പക്ഷേ കൊള്ളാം. ഇതൊരു ബൂസ്റ്റിൻ്റെ ഇതും വാനിലയുടെ ഇതും ട്രൈ കൊള്ളാം. പറ ഞാൻ കഴിച്ചിട്ടുള്ള ഇത് അത്ര ഇതില്ല, നോർമൽ ആണ്. പപ്സും ഷവർമ ഒരു പവർ കയറുന്നില്ല, അതും കൂടെ വരാനുണ്ട്. അറിയില്ല. അതായത് ഇവിടുത്തെ ചേട്ടൻ നോക്കുന്നുണ്ട്, അതുകൊണ്ട് ആദ്യം സൂപ്പർ എന്ന് പറഞ്ഞു. പിന്നീട് റിയാലിറ്റി എങ്ങനെയുണ്ട് മോളെ? കൊള്ളത്തില്ല കേട്ടോ. എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ ചോദിക്കുന്നത് കൊള്ളത്തില്ല. അതായത് അതിന് പഴത്തിൻ്റെയും കൂടെ ഒരു ഇത് കയറാണ്ട് ഫ്ലേവർ. ഷാർജ ഷേക്ക് ആകുമ്പോൾ നമുക്ക് കയറേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ബൂസ്റ്റിൻ്റെയും പാലിൻ്റെയും ഇത് നല്ല രീതിയിൽ ഫ്ലേവർ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു പഴത്തിൻ്റെയും കൂടെ ഇത് വരാറുണ്ട്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കറിഞ്ഞുകൊണ്ടാ കർത്താവേ. കുറച്ച് ചോറ് കഴിച്ചിട്ട് വന്ന് കയറി വന്നു നേരത്തെ. ഇതുവരെ പോയില്ല കഴിച്ച്. എനിക്കറിഞ്ഞൂടെ സോഡ ഉപ്പിട്ട് കുടിക്കുന്ന കഴിച്ച്. ഇത് വേറെ എന്തോ അസുഖമാണ്. വേണ്ടുണ്ട് പറ ഇന്ന് തലയായിരുന്നു മതി. ഷവർമ പണ്ട് ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല ഐസ്. ചോറോ ബിരിയാണി. നമ്മൾ ഈ പൊതിച്ചോറൊക്കെ തിന്നത്തില്ലേ,
അതേപോലെ ഒരാള് ഷവർമ കഴിക്കുന്നത്. ഇത് പണ്ട് മുതലേ ഇങ്ങനെ കഴിച്ചു. ഉള്ളൊക്കെ തുറന്ന് പണ്ട് മുതൽ പപ്സ് തിന്നുമ്പോഴും ഓരോ ലെയർ വെച്ച് തിന്നുന്നുണ്ട്. അതേപോലെ ഞാൻ ഇപ്പോഴും തിന്നുന്നത് എങ്ങനെ തിന്നെ ആസ്വദിച്ച്. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അയ്യോ ഇവനെ കൂടി ശല്യം കഴിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിക്കുന്നവരെ കഴിച്ചുകൊണ്ടിരിക്കുക. തിന്ന ഉറങ്ങാ ഫുഡ് കഴിക്കുക എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചെറുക്കൻ അതുകൊണ്ട് എന്നെ ഇവിടെ വച്ചിട്ട് മൈനസ് ഞാൻ തലയിൽ വെക്കണം. അതിന് നിന്നോടല്ല ഞാൻ അവിടെ തന്നെ പറഞ്ഞേ. ഈ ഷെഫിനെ കൊണ്ട് ഒരു കരത്തി പെടുന്നില്ല കൈസ്. എൻ്റെ ഓറ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമത്. ഇത് മുക്കി തിങ്ങി നിന്നിട്ട് എന്നാലും കൊണ്ടുവന്നില്ല മാനേജ്. അവൻ കൊണ്ട് നമ്മൾ കഴിക്കേണ്ട കൈസ്. ഫുഡാണ് എല്ലാത്തിൻ്റെ ഒന്നത്തെ അടിസ്ഥാനം കണക്കാം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ അതാണ് കൈസ്. തിന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ 2 നോർമൽ ഷവർമ, 1 ഷാർജ, 1 ലൈം സോഡയാണ് കുടിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം ബില്ല് കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഇവള് പറഞ്ഞാൽ ഞാൻ കൊടുക്കും പൈസ, തെറ്റാണെങ്കിൽ ഇവള് കൊടുക്കും. പറ എത്രൻ്റെ ഇടയ്ക്കാന്ന് പറ. ഞാൻ എന്തോ വലിയ ഇതൊന്നും അല്ല. 200-ൻ്റെയും 300-ൻ്റെ ഇടയ്ക്കാണ്. പക്ഷെ കറക്റ്റ് പറയണം. 200-നും 300-ൻ്റെ ഇടയ്ക്ക് 10 സംതിങ് പതിനൊന്നല്ലോ. ഇതിൽ 10-ൻ്റെ മുകളിലോട്ടാണോ? 210 മുകളിലോട്ടാണോ? അതെ. ഇനി നിനക്ക് 3 ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. 3 ക്ലൂവും കൂടെ ഞാൻ തരും. ആ 3 ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. 230-ൻ്റെ മുകളിലോട്ടാണോ? അതെ. 40-ൻ്റെ ഈ 30-ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നൊരു സംഖ്യയാണ്. മൾട്ടിപ്പിളോ? അതൊക്കെ എന്തുവാന്ന് അറിഞ്ഞോളാം. പിന്നെ എങ്ങനെ ഞാൻ പറയാനാ? എന്തായാലും ശരി, 30-ൻ്റെ മുകളിലാണ്, 40-ൻ്റെ മുകളിലാണ്. 3-ൻ്റെ മൾട്ടിപ്പിൾ 6. അപ്പം ഞാൻ പറയാം 50. ഇതിപ്പോൾ 60 ആയിരിക്കും. 60, 70, 80. എന്നാലും കൂട്ടാനായിരുന്നു 200. ചാർജ് 50, 260 കറക്റ്റ് പറയണം. ലക്കി നമ്പർ 265 അല്ലെങ്കിൽ 262, 265 ലക്കി നമ്പർ. ഇവിടെ എങ്ങനെ പറഞ്ഞ് 265 5 ലക്കി നമ്പർ 6. ഇതും കൂട്ടി ചുമ്മാ കൂട്ടിയത് 260 മൾട്ടിപ്പിൾ 260. 3-ൻ്റെ മൾട്ടിപ്പിൾ പറയണ്ടായിരുന്നു. ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എന്നിട്ട് ഞങ്ങളെ പുനലൂർ കൂടെ നടക്കണം. ഇതുവരെ അദ്ദേഹം വിളിച്ചില്ല. അവർ വിളിക്കാൻ നിന്നിട്ട് വിളിച്ചു വെച്ചാലോ ആയോ എന്നത്. നമ്മൾ അവിടെ പോയി വെറുതെ ഇതടിക്കണം ഗൈസ്. അവരെ ഇനി വിളിച്ചു വയ്ക്കും. ഇത് വിളിച്ചു വയ്ക്കില്ല. യു ഹാവ് നമ്പർ. ഇതിൻ്റെ കേട്ടില്ല ഗൈസ്. ഇതുവരെ എടുത്തില്ല. അത് സെറ്റ് ചെയ്ത് എടുത്തില്ല ഗൈസ്. വാട്ട് ഇത് വിളിക്ക് പോപ്പുലർ ഉണ്ടായി. വിളിക്ക് പോപ്പുലർ ഉണ്ടായോ? ഉണ്ടായി. നീ എവിടെ പോവാ? വാ ഇങ്ങോട്ട്. എൻ്റെ നടക്ക് ഇങ്ങോട്ട്. ആ ശരി ഗൈസ്. അവന് വയ്യാത്തോണ്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഷെഫിൻ ഞാൻ പോവാം. ബന്ധമില്ല. ഓക്കെ പൊയ്ക്കോ ഗൈസ്. ബൈ. 5 പറഞ്ഞ പൂവേ ടാറ്റ. ഗൈസ് എല്ലാവരും ഇവിടെ നോക്കുന്നുണ്ട്. ഞാനൊരു സെലിബ്രിറ്റി ആയെന്ന് തോന്നുന്നു ഗൈസ്. എല്ലാവരും ഓട്ടോഗ്രാഫി